വീണത് വിദ്യയാക്കി കേട്ടോ. എന്താന്നല്ലേ, ഇന്നലെ ഒരാൾ വരുന്നു വിചാരിച്ചിട്ടേ ചോറ് കുറച്ച് കൂടുതൽ വെക്കേണ്ട വന്നു. പക്ഷെ ആളോട്ട് വന്നുമില്ല, ചോറ് അധികമാവുകയും ചെയ്തു. അപ്പൊ ഇടയ്ക്കൊക്കെ പഴയ കാലത്തേക്കൊന്ന് മടങ്ങി പോകാല്ലേ. പഴയ കാലത്തെന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്ത് ഈ പഴയ ഭക്ഷണമൊന്നും കഴിക്കാൻ പാടില്ല പഠിക്കണ കുട്ടികൾ എന്നാണ് കേട്ടോ, പ്രത്യേകിച്ചും അച്ഛൻ്റെ സിദ്ധാന്തം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊന്നും തരാറില്ലായിരുന്നു. ഇപ്പോൾ പിന്നെ അങ്ങനെയൊന്നും അല്ലല്ലോ, കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞില്ലേ. തവിടുള്ള ചോറിൽ നല്ല കട്ട തൈര് തലേന്ന് തന്നെ ഒഴിച്ചു വെച്ച് ചെറിയ ഉള്ളി നുറുക്കിയിട്ടിട്ട് ഉള്ള ഈ വെള്ളച്ചോറിൻ്റെ മഹത്വം ഇപ്പോഴല്ലേ മനസ്സിലാക്കിയത്. അപ്പം പിന്നെ ഞാനും അത് തന്നെ ചെയ്തു. ആ ചോറിൽ ഞാൻ നല്ല തൈരൊഴിച്ച് കുറച്ച് ഉപ്പും ഇട്ട് 2-3 കാന്താരി മുളക് ചെറുതായിട്ട് നുറുക്കിയതും ചെറിയ ഉള്ളിയും ചെറുതായിട്ട് നുറുക്കിയതും ഇട്ട് അടച്ചു വെച്ചു കേട്ടോ. പിന്നെ ഉപദംശകങ്ങളായിട്ട് നെല്ലിക്ക ഉപ്പിലിട്ടത്, കൊണ്ടാട്ട മുളക്, നാരങ്ങക്കറി ഒക്കെ ഉണ്ട്. ഏത് വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളെ പറ്റി പറഞ്ഞാൽ ധാരാളം പ്രോബയോട്ടിക് അടങ്ങിയിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റേ കുടലിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ധാരാളം ബി കോംപ്ലക്സും കാൽഷ്യവും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഇത്. സാധാരണ ബ്രേക്ക്ഫാസ്റ്റിന് വീട്ടിലുണ്ടാവുന്ന പേരയ്ക്ക, പപ്പായ, വാഴപ്പഴം ഇതൊക്കെ തന്നെയാണ് പതിവ്. ഇന്ന് കാലത്ത് ഓർക്കാണ്ട് ഇതൊക്കെ കഷ്ണങ്ങളാക്കി വെക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ ഇത് വൈകുന്നേരം എടുക്കാമെന്നും പറഞ്ഞ് ഫ്രിഡ്ജിൽ കയറ്റിയിട്ട് നമ്മുടെ പ്രോബയോട്ടിക്കിനെ പുറത്തേക്ക് എടുത്തു കേട്ടോ. എന്നും ഇങ്ങനെയുള്ള ഒരു അവസരം കിട്ടില്ലല്ലോ, അപ്പൊ ഇതൊന്നും നോക്കാമെന്ന് കരുതി. ഗംഭീരം ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ, ഉടനെ ഒന്നും വിശക്കുകയില്ല.